സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി ഒരു ജനത ഒന്നടങ്കം ഒരു തിരഞ്ഞെടുപ്പ് തന്നെ ബഹിഷ്കരിച്ചൊരു കഥയുണ്ട് നമ്മുടെ കേരളത്തില്. ആധുനിക കേരളത്തെ രൂപപ്പെടുത്തിയതിൽ നിർണായക പങ്കുവഹിച്ച നിവർത്തന പ്രക്ഷോഭത്തിന്റെ ആവേശകരമായ ആ കഥയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളെ മാറ്റി നിർത്താൻ വേണ്ടി തന്നെ ഒരു നിയമം വന്നാലോ എന്തു ചെയ്യും? അന്നത്തെ തിരുവിതാംകൂറിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും നേരിട്ടത് ഇതേ ചോദ്യമാണ്. അതിനവർ കണ്ടെത്തിയ ഉത്തരം അത് ചരിത്രമായി മാറി. സ്വാമി വിവേകാനന്ദനെ പോലെ ഒരാള് ഒരു നാടിനെ ഭ്രാന്താലയമെന്ന് വിളിക്കണമെങ്കിൽ അവിടുത്തെ സാമൂഹിക വ്യവസ്ഥ എത്രത്തോളം മോശമായിരുന്നിരിക്കണം, അല്ലേ? അപ്പോ തിരുവിതാംകൂറിലെ ആ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോ ആരായിരുന്നു തിരുവിതാംകൂർ ശരിക്കും ഭരിച്ചിരുന്നത്? പേരിന് ഒരു രാജഭരണം ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും യഥാർത്ഥ അധികാരം ഒരു ചെറിയ ന്യൂനപക്ഷമായ സവർണ സമുദായങ്ങളുടെ കയ്യിലായിരുന്നു. അതായത് ജനസംഖ്യയുടെ 70% വരുന്ന ഈഴവർ, ക്രിസ്ത്യാനികൾ, മുസ്ലിംകൾ ഇവരൊക്കെ പുറത്ത്. ഭരണത്തിലോ ഒരു സർക്കാർ ജോലിയിലോ ഇവൾക്കാർക്കും ഒരു സ്ഥാനവുമില്ല. എല്ലാ അധികാരവും എല്ലാ അവസരങ്ങളും സവർണ ഹിന്ദുക്കൾക്ക് മാത്രം. ഇതായിരുന്നു അന്നത്തെ തിരുവിതാംകൂറിലെ ഒരു രീതി. ഈ അനീതിക്കെതിരെ ആളുകളുടെ ഉള്ളിൽ പ്രതിഷേധം ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എരിതിയിൽ എണ്ണയൊഴിക്കുന്നതുപോലെ ആ പുതിയ നിയമം വരുന്നത്. 1932 ഭരണഘടനാ പരിഷ്കാരം. ഒറ്റ നോട്ടത്തിൽ കേൾക്കുമ്പോൾ ഇതൊരു നല്ല കാര്യമായിട്ടൊക്കെ തോന്നും. ഒരു പുതിയ നിയമസഭ വരുന്നു, കൂടുതൽ ജനാധിപത്യം, കൊള്ളാമല്ലോ. പക്ഷേ അതിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോഴാണ് ആ ചതി മനസ്സിലാകുന്നത്. ഈ പുതിയ നിയമസഭ പണിതുയർത്തിയത് അനീതിയുടെ ഒരു വലിയ അടിത്തറയിലായിരുന്നു. ഈ കണക്കുകളിലേക്കൊന്ന് നോക്കിയാൽ മതി, കാര്യം വ്യക്തമാക്കും. 16 ലക്ഷത്തിലധികം വരുന്ന ക്രിസ്ത്യാനികൾക്ക് കിട്ടിയത് വെറും 10 സീറ്റ്. ഏകദേശം 9 ലക്ഷം ഈഴവർക്ക് കിട്ടിയതോ വെറും 3 സീറ്റ്. എന്നാൽ 1 ലക്ഷത്തിൽ താഴെ മാത്രം ജനസംഖ്യയുള്ള നായർ സമുദായത്തിന് കിട്ടിയത് എത്രയാണെന്നോ? 36 സീറ്റുകൾ. ഇതെങ്ങനെ സംഭവിച്ചു? വളരെ സിമ്പിൾ. വോട്ടവകാശം ഒരു നിശ്ചിത സ്വത്തുള്ളവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തി. അതോടെ ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരുടെ ശബ്ദം നിയമസഭയ്ക്ക് പുറത്തായി. പക്ഷേ ഈ അനീതി കണ്ടില്ലെന്ന് നടിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. ഒറ്റയ്ക്ക് നിന്നാൽ തോറ്റുപോകുമെന്ന് മനസ്സിലാക്കിയവർ ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് തിരുവിതാംകൂർ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായൊരു സഖ്യം പിറവിയെടുക്കുന്നത്. ഏതൊരു വലിയ മുന്നേറ്റത്തിനും ഒരു തലച്ചോറും അതിനൊരു ശബ്ദവും വേണമല്ലോ. നിവർത്തന പ്രക്ഷോഭത്തിന് ആ 2 കരുത്തും നൽകിയത് ഈ നേതാക്കളായിരുന്നു. ടി.എം. വർഗീസ് എന്ന തന്ത്രജ്ഞനായ അഭിഭാഷകൻ തന്റെ നിയമപരിജ്ഞാനം കൊണ്ട് സമരത്തിന് വഴികാട്ടിയപ്പോൾ, സി. കേശവൻ തന്റെ തീപ്പൊരി പ്രസംഗങ്ങളിലൂടെ ജനങ്ങളെ ഇളക്കിമറിച്ചു. അങ്ങനെ 1933 ജനുവരി 25 ഈഴവ, ക്രിസ്ത്യൻ, മുസ്ലിം നേതാക്കളെല്ലാവരും ഒരുമിച്ചിരുന്ന് ആ ചരിത്രപരമായ തീരുമാനമെടുത്തു. സംയുക്ത രാഷ്ട്രീയ സമിതിക്ക് രൂപം നൽകി. അവരുടെ മുന്നിലിനി ഒരൊറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ: സർക്കാരിനെ മുട്ടുകുത്തിക്കുന്ന ഒരു സമരം. അവരുടെ തന്ത്രം വളരെ ബുദ്ധിപരമായിരുന്നു. നിവർത്തനം, അതായത് വിട്ടുനിൽക്കൽ. ഇത് വെറുമൊരു ബഹിഷ്കരണമായിരുന്നില്ല, അതിലുപരിയൊരു രാഷ്ട്രീയ തന്ത്രമായിരുന്നു. ഭൂരിപക്ഷം ജനങ്ങളും പങ്കെടുക്കാത്ത ഒരു തിരഞ്ഞെടുപ്പിലൂടെ ഉണ്ടാകുന്ന നിയമസഭയ്ക്ക് യാതൊരു നിയമസാധുതയുമില്ലെന്ന് സർക്കാരിനെയും ലോകത്തെയും ബോധ്യപ്പെടുത്തുക, അതായിരുന്നു ലക്ഷ്യം. ഒരു സമരം പ്രഖ്യാപിക്കാൻ എളുപ്പമാണ്. പക്ഷേ സർക്കാരിന്റെ എല്ലാ മർദ്ദനമുറകളെയും നേരിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശരിക്കും ധൈര്യം വേണ്ടത്. നിവർത്തന പ്രക്ഷോഭത്തിലെ ആ ഏറ്റുമുട്ടലുകളുടെയും ത്യാഗങ്ങളുടെയും കഥയാണിത്. അപ്പോ 1933 തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണത്തോടെ തുടങ്ങിയ ഈ സമരം 1935 ആളിക്കത്തി. അതിന് കാരണമായത് സി. കേശവന്റെ കോഴഞ്ചേരി പ്രസംഗമായിരുന്നു. ആ പ്രസംഗം ദിവാൻ സർ സി.പി.യെ പ്രകോപിപ്പിച്ചു. സി. കേശവനെ അറസ്റ്റ് ചെയ്തതോടെ സമരം നേതാക്കളും ദിവാനും തമ്മിലുള്ള ഒരു നേർക്കുനേർ പോരാട്ടമായി മാറി. ഒന്ന് ഓർത്തുനോക്കൂ, ഒരു സാധാരണ പൗരൻ രാജാവിന്റെ പ്രതിനിധിയായ സർ സി.പി. രാമസ്വാമി അയ്യരെ പോലെ ശക്തനായ ഒരു ദിവാനെ ഒരു ജന്തു എന്ന് പരസ്യമായി വിളിക്കുക. അന്നത്തെ കാലത്തത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു. സി. കേശവന്റെ ആ വാക്കുകൾ ദിവാൻ സി.പി.ക്ക് സഹിക്കാനായില്ല. ഫലം, രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ്. ഇവിടെയാണ് ടി.എം. വർഗീസ് എന്ന നേതാവിന്റെ ധീരത നമ്മൾ കാണേണ്ടത്. സി. കേശവൻ ജയിൽ മോചിതനായി വന്നപ്പോൾ നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന ഉയർന്ന പദവിയിൽ ഇരുന്നുകൊണ്ട് വർഗീസ് അദ്ദേഹത്തിന് ഹൃദ്യമായ സ്വാഗതം നൽകി. ഇത് ദിവാനെ ഇഷ്ടപ്പെടില്ലെന്നും തന്റെ കസേര തെറിക്കുമെന്നും അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. എന്നിട്ടും അദ്ദേഹം തന്റെ സഹപ്രവർത്തകനെ കൈവിട്ടില്ല. ആ നിലപാടിന് വലിയ വിലയും കൊടുക്കേണ്ടി വന്നു. വർഗീസിന് തന്റെ പദവി നഷ്ടമായി. ഇത്രയധികം ത്യാഗങ്ങൾ, ഇത്രയധികം പോരാട്ടങ്ങൾ, ഇതെല്ലാം വെറുതെയായോ? ഒരിക്കലുമില്ല.
നിവർത്തന പ്രക്ഷോഭം നേടിയെടുത്ത വിജയങ്ങൾ കേരളത്തിന്റെ ചരിത്രത്തെ തന്നെയാണ് മാറ്റിമറിച്ചത്. ഈ സമരത്തിന്റെ ഫലങ്ങൾ ഇന്നും നമ്മളെല്ലാവരും അനുഭവിക്കുന്നുണ്ട്. ഒന്നാമതായി, ഇന്ന് നമ്മൾ കാണുന്ന PSC അഥവാ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കുന്നത് ഈ സമരത്തിന്റെ ഫലമായാണ്. സർക്കാർ ജോലിയിൽ എല്ലാവർക്കും അവസരം ഉറപ്പാക്കാൻ. രണ്ടാമതായി, നിയമസഭയിൽ പിന്നാക്ക സമുദായങ്ങൾക്ക് സാമുദായിക സംവരണം ലഭിച്ചു. മൂന്നാമതായി, വോട്ട് ചെയ്യാനുള്ള സ്വത്ത് യോഗ്യത കുറച്ചതോടെ കൂടുതൽ ആളുകൾക്ക് വോട്ടവകാശം കിട്ടി. ഇവ ഓരോന്നും ജനാധിപത്യത്തിലേക്കുള്ള വലിയ കാൽവെപ്പുകളായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ, നിവർത്തന പ്രക്ഷോഭം തിരുവിതാംകൂറിലെ സവർണ കുത്തകയ്ക്കൊരു അന്ത്യം കുറിച്ചു. പക്ഷേ അതൊരു തുടക്കം മാത്രമായിരുന്നു. ഇതിൽ നിന്ന് ലഭിച്ച ആത്മവിശ്വാസമാണ് പിന്നീട് ഉത്തരവാദിത്വ ഭരണത്തിനും പൂർണ്ണ ജനാധിപത്യത്തിനും വേണ്ടിയുള്ള വലിയ പോരാട്ടങ്ങൾക്ക് വഴിയൊരുക്കിയത്. അപ്പോൾ നമ്മൾ തുടങ്ങിയ ആ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചുവരാം. പല ചിന്തകളും പല താൽപ്പര്യങ്ങളുമുള്ള ഇത്രയധികം സമുദായങ്ങൾക്ക് എങ്ങനെയാണ് ഒരു പൊതുലക്ഷ്യത്തിനായി ഒരുമിച്ചു നിൽക്കാൻ കഴിയുന്നത്? നിവർത്തന പ്രക്ഷോഭം അതിനേറ്റവും നല്ല ഒരു ഉദാഹരണമാണ്. തങ്ങൾ നേരിടുന്ന അനീതിയാണ് ഏറ്റവും വലിയ ശത്രു എന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷമുണ്ട്. ആ നിമിഷത്തിൽ എല്ലാ വേർതിരിവുകൾക്കുമപ്പുറം മനുഷ്യർക്ക് ഒരുമിക്കാൻ കഴിയുമെന്ന വലിയ പാഠം ഈ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.